ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റും ആയിട്ടുള്ളൊരു ലഡു റെസിപ്പി ആയിട്ടാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള സ്റ്റീംഡ് റവ ലഡു ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് റവ നല്ല പാകത്തിനൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം, എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് റവയുടെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എത്ര പൊടിച്ചെടുത്താലും ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം, എന്നിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. റവയൊക്കെ നല്ല പോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അടപ്പുള്ളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടയ്ക്കാം. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് അടയ്ക്കാൻ പറ്റുന്ന പാത്രം തന്നെ വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വയ്ക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒരു ഹാഫ് അവർ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഹാഫ് അവർ ആയിട്ടുണ്ട്. ഇനി പാത്രം ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, റവയൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ സ്റ്റീംഡ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ടൊന്ന് തരിച്ചെടുക്കാം. കൈകൊണ്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വളരെയേറെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റീംഡ് റവ ലഡു റെസിപ്പിയാണിത്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയി തന്നെ തരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ റവ സ്റ്റീം ചെയ്തിട്ട് ലഡു ഉണ്ടാക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചാണ് ചേർക്കുന്നത്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബദാം മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാനിതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയി തന്നെ നമ്മുടെ ലഡു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മിക്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വളരെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള സ്റ്റീംഡ് റവ ലഡു റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്റ്റീംഡ് റവ ലഡു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.